പ്രായമായവരുടെ ജനന സർട്ടിഫിക്കറ്റുകളും ഓൺലൈനിൽ ലഭ്യമാക്കാനുള്ള നടപടികളുമായി മലപ്പുറം നഗരസഭ. കേരളത്തിലെ ആദ്യത്തെ ശീതീകരിച്ച പകൽ വീട് ഉദ്ഘാടനം വൈകാതെ ഉണ്ടാവുമെന്നും മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി. മലപ്പുറം നഗരസഭയിൽ 1969 അതിനുശേഷമോ ജനിച്ച എല്ലാവരുടെയും ജനന സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ തുടങ്ങാനൊരുങ്ങി മലപ്പുറം നഗരസഭ. ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി പറഞ്ഞു. നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നടന്ന ചർച്ചാവേളയിൽ പ്രതിപക്ഷ കൗൺസിലർ സി സുരേഷ് മാസ്റ്റർ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം അവതരിപ്പിച്ചതിന് മറുപടിയായാണ് ചെയർമാൻ ഇക്കാര്യം പറഞ്ഞത്. നേരത്തെ 2024-25 വർഷത്തെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ അന്തിമ ഗുണഭോക്തൃ ലിസ്റ്റ് കൗൺസിൽ അംഗീകരിച്ചു. ഇതിനായി മാത്രം കൂടിയ അടിയന്തര ഭരണസമിതി യോഗത്തിലായിരുന്നു തീരുമാനം. ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ, ഇലക്ട്രിക് വീൽ ചെയർ വിതരണം, മുട്ടക്കോഴി വിതരണം, പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പഠനമുറി, പമ്പ് സെറ്റ് വിതരണം, തേനീച്ച കൃഷി തുടങ്ങി വിവിധ പദ്ധതികളുടെ ഗുണഭോക്തൃ ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു ഇന്നത്തെ അടിയന്തര കൗൺസിൽ. നികുതി പിരിവ് ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭ ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയുടെ അവസാന തീയതി മാർച്ച് 20 വരെ നീട്ടി. LED ടിവിയും പ്രഷർ കുക്കറുകളും മറ്റുമായി നിരവധി സമ്മാനങ്ങൾ ഉൾപ്പെട്ട പദ്ധതി നേരത്തെ ഫെബ്രുവരി 28 വരെയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. വേനൽക്കാലം വരാനിരിക്കെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാനുള്ള മാർഗങ്ങൾ മുൻകൂട്ടി കാണണമെന്ന നിർദ്ദേശം ഗൗരവമായി എടുക്കുന്നുവെന്നും വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നും ചെയർമാൻ പറഞ്ഞു. അംഗനവാടിയിലെ ടീച്ചർമാർക്കും മറ്റ് ജീവനക്കാർക്കും വാഗ്ദാനം നൽകിയ വിനോദയാത്ര ഇനിയും വൈകരുതെന്ന ആവശ്യവും ഉടനെ പരിഗണിക്കാമെന്ന് ചെയർമാൻ ഉറപ്പു നൽകി. PK സക്കീർ ഹുസൈൻ, മറിയുമ്മ ഷെരീഫ് കോണത്തൊടി, പരി അബ്ദുൽ ഹമീദ്, CH നൌഷാദ്, CK സഹീർ, മഹമ്മൂദ് കോത്തേങ്ങൽ, ഷിഹാബ് മൊടയങ്ങാടൻ, വിജയലക്ഷ്മി ടീച്ചർ, ഷിജു, PSA ഷബീർ തുടങ്ങിയ കൗൺസിലർമാർ ചർച്ചയിൽ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം.